മറൈൻ ഡ്രൈവിലെ വിജനമായ വഴിയോരം തെരുവു പട്ടികൾ കൂട്ടമായി ഓരിയിടുന്നുണ്ട്. സമയം ഏകദേശം രാത്രി 12 മണിയാകുന്നു. വിജനമായ റോഡിലെ മങ്ങിയ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് ഒരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. റോഡിന്റെ അപ്പുറത്തായി കാണുന്ന അടഞ്ഞുകിടക്കുന്ന കട ലക്ഷ്യമാക്കി അയാൾ നടന്നു. കടയുടെ ചുവട്ടിൽ ഒരു ഭിക്ഷക്കാരൻ കിടന്നുറങ്ങുന്നുണ്ട്. ആ കറുത്ത രൂപം അയാളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇരയെ കിട്ടിയ വേട്ടക്കാരന്റെ ലാഘവത്തോടെ അയാൾ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആളുടെ തലയിൽ ആഞ്ഞടിച്ചു. അയാളുടെ തലയോട്ടി പൊട്ടിച്ചിതറി. ഒരു ഞരക്കത്തോടെ അയാളുടെ അവസാന ശ്വാസവും നിലച്ചു. മുഖത്ത് തെറിച്ചു വീണ രക്തത്തുള്ളികൾ തുടച്ചുകൊണ്ട് രക്തം തളം കെട്ടിയ റോഡിലൂടെ ഇരുട്ടിന്റെ മറവിലേക്ക് ആ രൂപം നടന്നകന്നു. അടുത്ത ദിവസം രാവിലെ 7 മണി. സംഭവം പറഞ്ഞ് മറൈൻ ഡ്രൈവിൽ ആളുകളെല്ലാം തടിച്ചുകൂടി. എന്താ സംഭവം? ഇവിടെ എന്താ പോലീസൊക്കെ വന്നിരിക്കുന്നത്? അപ്പോൾ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി ഇവിടെ കിടന്നിരുന്ന ഒരാളെ ആരോ തലക്കടിച്ചു കൊന്നുവെന്ന്. ആരാണെന്നറിയില്ല. മുഖമൊക്കെ വികൃതമാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് മതി കണ്ടത്. DVSP സാർ വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് മാറി നിൽക്കണം. പോലീസ് അവിടെ കൂടി നിന്നവരെയെല്ലാം മാറ്റി നിർത്തി. അപ്പോൾ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ജീപ്പിൽ നിന്ന് ചെറുപ്പക്കാരനായ ഒരു ഓഫീസർ ഇറങ്ങി വന്നു. DVSP കിഷോർ. കോഴിക്കോട് നിന്ന് സ്ഥലം മാറ്റം കിട്ടി കൊച്ചിയിലെത്തിയിട്ട് 1 മാസമേ ആയുള്ളൂ. ഏറ്റെടുത്ത എല്ലാ കേസുകളും തെളിയിച്ചിട്ടുള്ള മിടുക്കനായ ഓഫീസർ. കൊച്ചിയിൽ വന്നിട്ട് ഏറ്റെടുക്കുന്ന ആദ്യത്തെ കേസാണിത്. സംഭവ സ്ഥലത്തെത്തിയ കിഷോർ ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചു. സംശയാസ്പദമായി ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ കട ലക്ഷ്യമാക്കി നടന്നു. ചുറ്റിലും രക്തം തളം കെട്ടി നിൽക്കുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം വികൃതമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ കാഴ്ചയിൽ റിപ്പർ മോഡൽ കൊലപാതകം പോലെ ആർക്കും തോന്നാം. ആളെ തിരിച്ചറിഞ്ഞു? ഇല്ല സർ, മധ്യവയസ്കനാണ്. ഏകദേശം 50-55 വയസ്സ് പ്രായമുണ്ട്. ഇവിടെ അടുത്ത് ഭിക്ഷാടനം നടത്തുന്നവർ രാത്രി ഇവിടെ കിടക്കാറുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അവർ വല്ലവരുമാണോ എന്ന് സംശയമുണ്ട്. അടുത്ത കടയിലുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നേയുള്ളൂ. ശരി, കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കണം. തെളിവെടുപ്പിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി ആശുപത്രിയിലേക്ക് മാറ്റണം. കൂടുതൽ തെളിവുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിച്ചാൽ മതി. പോലീസ് തെളിവെടുപ്പിന് ശേഷം അവിടെയെല്ലാം സീൽ ചെയ്ത് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിലെ പോസ്റ്റ്മോർട്ടം റൂം. വളരെ പേരുകേട്ട ഫോറൻസിക് മെഡിസിൻ വിഭാഗം തലവൻ ഡോക്ടർ സുധീറാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കൂടെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡോക്ടറും പിന്നെ കുറച്ച് സഹായികളും പിന്നെ DVSP കിഷോറും മാത്രമാണ് അവിടെ ആ റൂമിലുണ്ടായിരുന്നത്. മരിച്ചയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തി. വളരെ സമയമെടുത്താണ് ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയത്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവസാനം ഒരു നിഗമനത്തിലെത്താൻ അവർക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. ഡോക്ടർ തന്റെ ഗ്ലൗസ് ഊരിമാറ്റി ഒരു ദീർഘനിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങി. മരിച്ചയാൾക്ക് 50-55 വയസ്സോളം പ്രായമുണ്ടാകും. എന്തോ ശക്തമായ ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് ശക്തിയായി അടിച്ചിട്ടുണ്ട്. അതാണ് മരണകാരണം. ആദ്യത്തെ അടിയിൽ തന്നെ തലയോട്ടി ചിന്നിച്ചിതറിയിട്ടുണ്ട്. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം വികൃതമാക്കിയിരിക്കുന്നു. ഡോക്ടർ പതുക്കെ തന്റെ കസേരയിലിരുന്നു. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒരു വെള്ളം ഒഴിച്ചു കുടിച്ചു. ഡോക്ടറുടെ മുഖത്ത് ഒരു പരിഭ്രമം കാണാമായിരുന്നു. എന്താണ് ഡോക്ടർ, എന്തേലും പ്രശ്നമുണ്ടോ? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷമാണ് ഡോക്ടർ അതിനുള്ള മറുപടി പറഞ്ഞത്. കൊലയാളി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അതിക്രൂരമായിട്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അയാളുടെ ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലാണ്. വാട്ട്? ഒരു ഞെട്ടലോടെയാണ് കിഷോർ അത് കേട്ടത്. ആ ഞെട്ടൽ അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഡോക്ടർ, ഇത്രയും ക്രൂരമായി കൊലപാതകം ചെയ്യണമെങ്കിൽ കൊലയാളി ഒരു സൈക്കോപാത്ത് ആയിരിക്കില്ലേ? തന്റെ ഇരയെ ക്രൂരമായി കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാൾ. ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റുന്ന തെളിവുകളൊന്നും നമ്മുടെ പക്കലില്ല. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അത്ര വിദഗ്ധമായാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, ഇതൊരു റിപ്പർ മോഡൽ കൊലപാതകമാകാൻ സാധ്യതയുണ്ടോ? റിപ്പർ മോഡൽ കൊലപാതക രീതികളിൽ ഇൻസ്പയറായി അതുപോലെ കൊലപാതകം ചെയ്തുകൂടെ? റിപ്പർ കൊലപാതകങ്ങളിലെ അതേ പാറ്റേണിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അയാളുടെ ആന്തരികാവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു റിപ്പർ മോഡൽ കൊലപാതകമല്ല. ഒന്നില്ലെങ്കിൽ കൊലപാതകിക്ക് ഇയാളുമായി പൂർവ്വ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടാകണം. അതായിരിക്കും ഇത്രയും ക്രൂരമായി കൊലപാതകം ചെയ്തത്. അല്ലെങ്കിൽ കൊലയാളി തെരുവിൽ കിടന്നുറങ്ങുന്നവരെ മാത്രം തേടിപ്പിടിച്ച് കൊല്ലുന്ന ഒരാളായിരിക്കണം.
ഇങ്ങനെ ഒരു അനുമാനത്തിലെത്തണമെങ്കിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടണം. കിഷോറിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. മരിച്ചയാളെക്കുറിച്ചായിരുന്നു ആദ്യം അന്വേഷണം നടത്തിയത്. മരിച്ച വ്യക്തിയെ തിരിച്ചറിയാൻ പോലീസ് അധിക ദിവസം വേണ്ടി വന്നില്ല. ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന ഷാജി എന്നയാളാണ് മരിച്ചത്. അതാത് ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാൾ. അയാളെ കൊന്നിട്ട് ആർക്കൊന്നും നേടാനില്ല. പിന്നെ ആര്? എന്തിന്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള കിഷോറിന്റെ അടുത്ത അന്വേഷണം എത്തിയത് അയാൾ മരിച്ചു കിടന്ന തെരുവിന്റെ മുൻപിലാണ്. രക്തത്തിന്റെയും പച്ച മാംസത്തിന്റെയും ഗന്ധം അവിടമാകെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അപ്പോഴാണ് ദൂരെ ഒരു സ്ത്രീ ഇരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 35-40 വയസ്സ് പ്രായമുണ്ട് അവർക്ക്. കീറിപ്പറഞ്ഞ സാരിയും ബ്ലൗസുമാണ് അവളുടെ വേഷം. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അവളൊരു ഭിക്ഷക്കാരിയാണെന്ന്. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. പോലീസിനെ കണ്ടപ്പോൾ അവൾ ആദ്യമൊന്നും ഭയപ്പെട്ടു. പേടിക്കണ്ട, ഞാൻ ഇന്നലെ മരിച്ച ആളെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. മരിച്ചയാളെ നിങ്ങൾ അറിയുമോ? അറിയാം സാർ. അയാളെ ഇടയ്ക്ക് ഇവിടെ കാണാറുണ്ട്. ഇവിടെയാണ് അയാൾ ഇരിക്കാറ്. പിന്നെ ഇടയ്ക്ക് എനിക്ക് പനി വന്നപ്പോൾ മരുന്ന് വാങ്ങാൻ അയാൾ എനിക്ക് കുറച്ച് രൂപ തന്നു. പക്ഷേ ഞാനത് വാങ്ങിയില്ല. അതെന്താ നിങ്ങൾ വാങ്ങാതിരുന്നത്? ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കാശ് വേണ്ട സാറേ. എനിക്ക് കിട്ടുന്നത് 50 രൂപ ആണെങ്കിലും അതിലൊതുങ്ങി ഞാൻ ജീവിക്കും. പിന്നെ അയാളെ കണ്ട ഭിക്ഷക്കാരനാണെന്ന് തോന്നുന്നെങ്കിലും അയാളുടെ മടിശീലയിൽ നിറയെ 200-ഉം 500-ന്റെ നോട്ടുകളാണ് ഉണ്ടായിരുന്നത്. എപ്പോഴാണ് നിങ്ങൾക്ക് അയാൾ രൂപ തന്നത്? 3-4 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. രൂപ വാങ്ങാതിരുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അയാൾ എന്നോട് മിണ്ടിയിട്ടില്ല. കിഷോർ സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് തന്റെ ചുണ്ടിൽ വെച്ച് കത്തിച്ചു. അപ്പോഴാണ് ഒരാൾ അലറി വിളിച്ചുകൊണ്ട് കിഷോറിന്റെ മുന്നിലേക്ക് ചാടി വീണത്. അയാൾ ഒരു ഭ്രാന്തനായിരുന്നു. അയാൾ കൊല്ലപ്പെട്ടയാൾ കിടന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ നീതി നടപ്പിലായി. അയാൾ മരിക്കേണ്ടവനായിരുന്നു. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനിയും എത്ര പേർ? അയാളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കിഷോർ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അയാൾ എങ്ങോട്ടോ ഓടി മറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞതും ഭ്രാന്തിന്റെ പുലമ്പലുമെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ മരിച്ചയാളെക്കുറിച്ച് കിഷോറിന് ചില സംശയങ്ങൾ വന്നു. അർദ്ധരാത്രി 12 മണി. വിജനമായ റോഡ്. നിശബ്ദമായ തെരുവിൽ ഭ്രാന്തന്റെ ശബ്ദം മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആരോ തന്നെ പിന്തുടരുന്നത് പോലെ ഒരു തോന്നൽ. ആരുടെയോ കാലടി ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുന്നത് പോലെ. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കിയതും മുഖംമൂടി ധരിച്ച ഒരു കറുത്ത രൂപം അയാളുടെ മുന്നിൽ നിന്നു. ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇരുട്ടിൽ നിൽക്കുന്നത്? ഉള്ളിലെ ഭയം പുറത്ത് കാട്ടാതെ അയാൾ ചോദിച്ചു. പക്ഷേ അപ്പുറത്തു നിന്നും മറുപടി ഒന്നും കിട്ടിയില്ല. ഒരു ഭയം അയാളിൽ ഉടലെടുത്തു. തന്റെ മുമ്പിൽ നിൽക്കുന്നയാൾ ചില്ലറക്കാരനല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. രക്ഷപ്പെടാൻ അവസാന മാർഗം ഓടുക എന്നത് മാത്രമാണ്. അതും അസാധ്യമാണ്. അയാൾ തന്റെ തൊട്ടുപുറകിലെത്തി കഴിഞ്ഞു. അവസാന ശ്രമമെന്ന നിലയിൽ ഭ്രാന്തൻ ഓടാൻ വേണ്ടി കാല് പിന്നോട്ട് വലിച്ചപ്പോഴേക്കും ശരവേഗത്തിൽ പാഞ്ഞു വന്നൊരു കത്തി അയാളുടെ വയറ്റിലേക്ക് കുത്തിയിറങ്ങി. തന്റെ ഉന്നം ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടത് അയാളിൽ ആത്മവിശ്വാസം കൂട്ടി. അയാൾ വീണ്ടും കുത്തുവാൻ കത്തിയൂരി ഭ്രാന്തന്റെ നേരെ തിരിഞ്ഞതും ഭ്രാന്തൻ തന്റെ കൈകൾ കൊണ്ട് റിപ്പറിന്റെ കൈ തടഞ്ഞു. പെട്ടെന്ന് കത്തി അയാളുടെ കൈ തട്ടി ദൂരേക്ക് തെറിച്ചു വീണു. ഭ്രാന്തന്റെ അപ്രതീക്ഷിതമായ നീക്കം പെട്ടെന്ന് റിപ്പറിൽ ഞെട്ടലുണ്ടാക്കി. അയാൾ അടിപതറി താഴെ വീണു. ആ സമയം ഭ്രാന്തൻ വേഗം തന്റെ കൈകൊണ്ട് അയാളുടെ മുഖംമൂടി ഊരി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. പെട്ടെന്ന് അവിടെ മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം ശരവേഗത്തിൽ തന്റെ കയ്യിൽ കരുതിയ കത്തികൊണ്ട് ഭ്രാന്തനെ കുത്തി. ചോര തളം കെട്ടിയ റോഡിലൂടെ ആ 2 രൂപങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു വന്നു. അവർ തന്റെ മുഖംമൂടികൾ അഴിച്ചുമാറ്റി. അവരുടെ യഥാർത്ഥ മുഖം കണ്ട ഭ്രാന്തൻ ഒരു നിമിഷം ഞെട്ടി. ഭ്രാന്തൻ അവരിൽ ഒരാളെ കൈകൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളാണോ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്? നിങ്ങൾ? അത് പറഞ്ഞ് തീരും മുൻപേ ഭ്രാന്തന്റെ കണ്ണടഞ്ഞു. അടുത്ത ദിവസം രാവിലെ പുതിയ റിപ്പർ കൊലപാതകം ന്യൂസ് ചാനലിൽ നിറഞ്ഞു നിന്നു. നഗരത്തിൽ വീണ്ടും റിപ്പർ കൊലപാതകം. വഴിവക്കിൽ കിടന്നുറങ്ങിയ ഭ്രാന്തനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊലയാളി ആരെന്നറിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. സംഭവം അറിഞ്ഞ ഉടനെ ഡിവൈഎസ്പി കിഷോർ കൊലപാതകം നടന്ന സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ മൃതദേഹത്തിന്റെ അരികിലെത്തി പരിശോധന തുടങ്ങി. മരിച്ചയാളുടെ മൃതദേഹത്തിന്റെ അരികിൽ ചോര തളം കെട്ടി നിൽക്കുന്നു. കൊലപാതകം നടന്നിട്ട് അധിക സമയമായിട്ടില്ല. ഏകദേശം രാത്രി 1 മണി 1:30 അടുപ്പിച്ചായിരിക്കണം കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഇത് അന്ന് കണ്ട ഭ്രാന്തനല്ലേ?
പെട്ടെന്നാണ് കിഷോർ ഭ്രാന്തന്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചത്. അയാളുടെ കയ്യിൽ എന്തോ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട്. കിഷോർ ഗ്ലൗസ് ഇട്ട് അയാളുടെ കൈ നിവർത്തി നോക്കി. അയാളുടെ കയ്യിൽ ഒരു കറുത്ത തുണി ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട്. കുറച്ചു ദൂരെ മാറി പോലീസിനൊരു കത്തിയും കിട്ടി. കത്തിയിൽ ചോരയുടെ പാടുണ്ടായിരുന്നു. ഈ 2 തെളിവുകളും ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അടുത്ത ദിവസം രാവിലെ കമ്മീഷണർ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കിഷോറിന് കാര്യം മനസ്സിലായി. കേസിന്റെ പുരോഗതി അറിയാനുള്ള വിളിയാണ്. എവിടെ വരെയായി തന്റെ അന്വേഷണം? പത്രക്കാരും മീഡിയക്കാരുമെല്ലാം ഈ കേസിന് പുറകിലാണ്. എത്രയും പെട്ടെന്ന് കൊലയാളിയെ കണ്ടുപിടിക്കണം. സർ, ഈ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. ആ കാരണവും കൊലയാളിയെയും ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആരാണ് ആ കൊലയാളി? പറയാം സർ. കഴിഞ്ഞ 2 കൊലപാതകങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. 3 കൊലകളാണ് നടന്നിരിക്കുന്നത്. ഈ 3ഉം ചെയ്തിരിക്കുന്നത് ഒരാളാണ്. 3ഓ? താൻ എന്ത് നോൺസെൻസ് ആണ് പറയുന്നത്? 2 കൊലപാതകങ്ങളല്ലേ നടന്നത്? അല്ല സർ, പ്രത്യക്ഷത്തിൽ 2 കൊലപാതകങ്ങളാണ് നടന്നതെങ്കിലും നമ്മളറിയാത്ത ഒരു കൊലയും കൂടി നടന്നിട്ടുണ്ട്. ആദ്യത്തെ ക്രൈം സ്പോട്ടിൽ നിന്നും ഞങ്ങൾക്ക് പറയത്തക്ക തെളിവൊന്നും കിട്ടിയില്ല. 2ാമത്തെ കൊലപാതകത്തിൽ മരിച്ചയാളുടെ കയ്യിൽ നിന്ന് ഒരു മാല കിട്ടിയിരുന്നു. അയാൾ കയ്യിൽ അത് ചുരുട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇതിൽ നിന്നും മരിച്ചയാളും കൊലയാളിയും തമ്മിലുള്ള സംഘർഷം അവിടെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടയിലായിരിക്കണം ആ മാല മരണപ്പെട്ടയാളുടെ കയ്യിൽ വന്നത്. മാല പരിശോധിച്ചപ്പോഴാണ് അതിലെ ലോക്കറ്റ് ശ്രദ്ധിച്ചത്. ലോക്കറ്റിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയാണ് ഞങ്ങളെ കൊലയാളിയിലേക്ക് എത്തിച്ചത്. അതിനു മുമ്പ് അതിലേക്ക് നയിച്ച കാരണം പറഞ്ഞിട്ട് നമുക്ക് കൊലയാളിയിലേക്ക് കടക്കാം. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു കൊലപാതകം, അതുണ്ടാക്കിയ കോളിളക്കങ്ങൾ, പിന്നീട് നമ്മൾ മലയാളികൾ ബോധപൂർവം മറന്നുപോയ ഒരു പേര്, സൗമ്യ. സാർ ഓർക്കുന്നുണ്ടാകും, ഗോവിന്ദച്ചാമി എന്ന കുറ്റവാളി അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന സൗമ്യയെ. കോടതി ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിന് വിധിച്ചു. പിന്നീട് ആളൂർ എന്ന ക്രിമിനൽ വക്കീലിന്റെ ബുദ്ധി കൊണ്ട് അവന്റെ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. അതിന്റെ പേരിൽ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായി. മീഡിയയും പത്രക്കാരും ഈ വാർത്ത കൊട്ടിയാഘോഷിച്ചു. പിന്നീട് എല്ലാവരും അവളെ മറന്നു. പിന്നീട് അതുപോലെ സമാനമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും ഇതുമായി എന്ത് ബന്ധം കിഷോർ? അതിലേക്കാണ് സർ വരുന്നത്. ഇതുമായി ആ കേസിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെങ്കിലും പരോക്ഷമായി കൊലയാളിയെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇതാണ്. ലോക്കറ്റിലുള്ള ആ പെൺകുട്ടിയെ നമുക്കൊക്കെ അറിയാം. പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ കുട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ. പോക്സോ കേസുകളിൽ പ്രതിക്ക് ഒരിക്കലും വധശിക്ഷ ലഭിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കാലം കഴിയുമ്പോൾ പ്രതികൾ ജയിൽ മോചിതനാകും. തന്റെ മകളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവരെ അവർ കൊന്നു. അവരെന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും. 2 വർഷം മുമ്പ് നടന്ന സംഭവം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. തങ്ങളുടെ ഏക മകളുടെ കൊലപാതകത്തിന് കാരണക്കാരായവരെ കൊല്ലണമെന്ന ചിന്ത പിന്നീടാണ് അവർക്കുണ്ടായത്. അത് അവർ കൃത്യമായി ചെയ്തു. ശ്രീലക്ഷ്മിയുടെ അച്ഛനമ്മയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി അവർ പറയും എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന്. ഗുഡ് ജോബ് കിഷോർ. അവരെ കൊണ്ടുവരൂ. ശ്രീലക്ഷ്മിയെ കാണാതായ ദിവസം രാവിലെ. എനിക്ക് സ്കൂളിൽ പോകാൻ നേരായമ്മേ. ഇന്നെനിക്ക് പരീക്ഷ ഉള്ളതാ, നേരത്തെ എത്തണം, ശ്രീലക്ഷ്മി പറഞ്ഞു. പരീക്ഷയുള്ള ദിവസം മാത്രം നിനക്ക് ഈ വെപ്രാളം. കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ പാടില്ലായിരുന്നു ലക്ഷ്മി. ക്ഷമിക്കാം അമ്മക്കുട്ടി. ഇന്നലെ രാത്രി മുഴുവൻ പഠിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ വൈകി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു. അപ്പോഴാണ് സമയമേറെ വൈകിയെന്ന് അവൾ ഓർത്തത്. ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ബസ് കിട്ടില്ല. അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ്റുപാത്രം വാങ്ങി ബാഗിൽ വെച്ച് വേഗം വീട്ടിൽ നിന്നിറങ്ങി. അവൾ പോകുന്നത് കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവർ നോക്കി നിന്നു. അത് അവളുടെ അവസാന യാത്രയാണെന്ന് ആ പാവം അമ്മ അറിഞ്ഞില്ല. സമയം വൈകി. കുറച്ചു നേരം കൂടിയുള്ളൂ ബസ് വരാൻ. ഇനി എത്ര ഓടിയാലും ബസ് കിട്ടില്ല. ബസ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. റബ്ബർ മരത്തിന്റെ ഇടയിലുള്ള റോഡ് വഴി പോയാൽ വേഗം മെയിൻ റോഡ് എത്താം. ഈ സമയത്ത് റബ്ബർ പണിക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ആ വഴി പോകാൻ പേടിക്കണ്ട. ആ വഴി പോകാൻ അമ്മ സമ്മതിക്കാറില്ല. ആൾ സഞ്ചാരം കുറവാണെന്നാണ് അമ്മ പറയുന്നത്. അല്ലേലും അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അവൾ തന്റെ നടത്തത്തിന്റെ വേഗത കൂട്ടി. റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി വരുന്ന തൊഴിലാളികൾ എത്തിയിട്ടില്ല. അമ്മ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ആൾസഞ്ചാരം കുറവാണ്. പെട്ടെന്നൊരു ഭയം അവളുടെ ഉള്ളിൽ കടന്നുകൂടി. ആരോ തന്നെ പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നി. തനിക്ക് തോന്നിയതാകും. അവൾ തന്റെ നടത്തം വേഗത്തിലാക്കി. പെട്ടെന്ന് ആരോ പുറകിൽ നിന്ന് അവളുടെ വായ് പൊത്തിപ്പിടിച്ചു. അവൾ തളർന്ന് താഴെ വീണു. പിന്നെ അവൾക്ക് ഒന്നും ഓർമ്മയില്ല.
പിന്നീട് പാതി ബോധത്തിൽ അവൾ കണ്ടത് ഒരു രൂപമാണ്. അയാൾ അവളെ പിന്നീട് അവൾ കണ്ണു തുറന്നില്ല. ചവിട്ടി അരച്ച പൂ പോലെ ആ പെൺകുട്ടിയുടെ ജീവിതം അയാൾ അവിടെ ചവിട്ടി മെതിച്ചു. വൈകുന്നേരമായിട്ടും ലക്ഷ്മി വീട്ടിലെത്തിയില്ല. പരീക്ഷ കഴിഞ്ഞ് കൂട്ടുകാരികളോട് സംസാരിച്ചിരിക്കുകയായിരിക്കുമെന്ന് കരുതി സമാധാനിച്ചു. സന്ധ്യയായിട്ടും കാണാതെയായപ്പോൾ മനസ്സിലൊരാധി കയറി. അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അമ്മയുടെ മനസ്സ് പറഞ്ഞു. പതിവില്ലാത്തതുപോലെ ഇന്ന് മുഴുവൻ ദുശകുനങ്ങളായിരുന്നു. മോള് പോയി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അടുക്കളയിലെ ഷെൽഫിലിരുന്ന ഗ്ലാസ് തനിയെ വീണ് പൊട്ടി. അതൊക്കെ തൂത്തുവാരി കളയുന്നതിനിടയിൽ ഗ്ലാസ് കൊണ്ട് കൈമുറിഞ്ഞു. എല്ലാം തൂത്തുവാരി കഴിഞ്ഞ് ചായയ്ക്ക് വേണ്ടി അടുപ്പത്ത് വെള്ളം വെച്ചപ്പോൾ പാലെടുക്കാനൊന്ന് തിരിഞ്ഞതാ. കൈതട്ടി പാത്രം അങ്ങനെ തന്നെ താഴേക്ക് വീണു. ചൂടുവെള്ളം കയ്യിലേക്ക് തെറിച്ച് കൈ കുറച്ച് പൊള്ളി. എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല സർ. അവിടെ എൻ്റെ മകൾ. ആ അമ്മയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. അവൾ വരാൻ ഇത്രയും വൈകാറില്ല. ഞാനപ്പോൾ തന്നെ ലക്ഷ്മിയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവൾ ഇന്ന് പരീക്ഷ എഴുതാൻ വന്നിട്ടില്ലെന്ന്. പിന്നെ എൻ്റെ നിലവിളി കേട്ട് നാട്ടുകാരും അയൽവാസികളും ഓടി വന്നു. അവരുടെ കൂട്ടത്തിൽ അവനുമുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോളെ നശിപ്പിച്ചു കൊന്നവൻ. എല്ലാവരും കൂടി നാട് മുഴുവൻ തപ്പി. അവസാനം റബ്ബർ തോട്ടത്തിന്റെ കുറച്ചകലെയുള്ള ആളില്ലാത്ത കെട്ടിടത്തിൽ നിന്ന് എൻ്റെ മോളെ കണ്ടെത്തി. ഒരമ്മയും കാണാൻ ആഗ്രഹിക്കാത്ത, കാണാൻ പാടില്ലാത്ത രീതിയിൽ അവൾ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ ലക്ഷ്മി. അവർ അലമുറയിട്ട് കരഞ്ഞു. കമ്മീഷണറും കിഷോറും നിസ്സംഗതയോടെ എല്ലാം കേട്ടിരുന്നു. പിന്നെ എൻ്റെ മോളെ കൊന്നവനെ തേടിയുള്ള പോലീസ് അന്വേഷണമായിരുന്നു. അവസാനം അവർ അവനെ കണ്ടെത്തി. അവൻ എൻ്റെ അയൽവാസിയായിരുന്നു. എവിടെ നിന്നോ ഞങ്ങളുടെ നാട്ടിലെത്തി ചെറിയ ജോലികളൊക്കെ എടുത്താണ് ജീവിച്ചിരുന്നത്. നാട്ടുകാർക്ക് അവനൊരു പാപമായിരുന്നു. അതുകൊണ്ട് അവനെ ആരും സംശയിച്ചില്ല. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. പേപ്പറിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ശങ്കരനാരായണനായിരുന്നു കോടതിയിൽ അവനു വേണ്ടി വാദിച്ചത്. ഒരുപാട് ഫീസൊക്കെ വാങ്ങുന്ന വലിയ വക്കീലാണ്. അവനാണെങ്കിൽ ആരുമില്ലാത്തവനായിരുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ വക്കീൽ ഫീസ് പോലും കെട്ടിവെക്കാനുള്ള കാശ് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് സാറേ ഇവർക്ക് മാത്രമായി ഇത്ര നല്ല വലിയ വക്കീലന്മാർ വരുന്നത്? ഞങ്ങളെപ്പോലെ പാവങ്ങളെ സഹായിക്കാൻ ആരും വരുന്നില്ലല്ലോ. ദേഷ്യം കൊണ്ട് അവരുടെ ശരീരമാകെ അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ തുടർന്നു. ഞങ്ങൾ ഒരുപാട് വക്കീലന്മാരെ കണ്ടു സാറേ. ആരും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നില്ല. ഫീസിന്റെ പേരിലും വാദിക്കുന്ന വക്കീലിന്റെ മഹത്വത്തിന്റെ പേരിലും ഒരുപാട് പേർ പിൻവാങ്ങി. അവസാനമാണ് മുകുന്ദൻ വക്കീൽ വന്നത്. ഒരു ഫീസ് പോലും വാങ്ങാതെയാണ് അദ്ദേഹം കേസ് ഏറ്റെടുത്തത്. പക്ഷേ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല സാറേ. മുകുന്ദൻ വക്കീലിന് തോറ്റു പിൻവാങ്ങേണ്ടി വന്നു. കണ്ണും കാതും അടച്ചു പിടിച്ചാണ് കോടതിവാദം ഞാൻ കേട്ടത്. തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നു. പോലീസിനോട് എന്റെ മോളോട് ചെയ്ത ക്രൂരത അവൻ ഏറ്റുപറഞ്ഞു. പിന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അവനെ അറസ്റ്റ് ചെയ്തത് മീഡിയയിലും പത്രത്തിലും ഭയങ്കര വാർത്തയായിരുന്നു. അവർ എന്റെ മോൾക്ക് ഒരു പേരുമിട്ടു, ഇര. എന്റെ മകൾക്ക് നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതൊക്കെ ഞങ്ങളുടെ മാത്രം പാഴ്ക്കിനാവായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. അവർ കള്ളസാക്ഷികളും കള്ളത്തെളിവുകളും ഉണ്ടാക്കി. ഒരു കുഴപ്പവുമില്ലാത്തവനെ മനോരോഗിയാക്കി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. അത് കോടതിയിൽ ഹാജരാക്കി. അവനെ കോടതി വെറുതെ വിട്ടു. സാറിനറിയോ അവർ എന്താണ് കോടതിയിൽ പറഞ്ഞതെന്ന്? കോടതി മുറി. പ്രതിഭാഗത്തിനു വേണ്ടി പേരുകേട്ട ക്രിമിനൽ വക്കീലായ ശങ്കരനാരായണനായിരുന്നു കേസ് വാദിച്ചത്. കാശ് കിട്ടിയ ഏത് വിധേനയും തന്റെ കക്ഷി അയാൾ ജയിപ്പിക്കും. യുവർ ഓണർ, എന്റെ കക്ഷി മാനസിക വിഭ്രാന്തിയുള്ള ആളാണ്. അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടി മരിച്ചുവെന്ന് പറയുന്ന സമയം എന്റെ കക്ഷി ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്നേ ദിവസം അസുഖം കൂടിയപ്പോൾ ഇയാളെ ഷോക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അനങ്ങാൻ പോയിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുകയില്ല. അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നുവെന്ന് പറയുന്നത്? യഥാർത്ഥ പ്രതിയെ കിട്ടാതെ വന്നപ്പോൾ എന്റെ കക്ഷിയുടെ മേൽ മനഃപൂർവ്വം പോലീസ് ഈ കേസ് കെട്ടിവെച്ചതാണ്. അതിനാൽ എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുന്നു. ഡോക്ടറുടെ കള്ള സർട്ടിഫിക്കറ്റ് കോടതി വിശ്വസിച്ചു. കോടതി അവനെ വെറുതെ വിട്ടു. അവനെ വെറുതെ വിട്ടതിന് ശേഷം അതിന്റെ പേരിൽ പിന്നെയും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പുതിയ വാർത്തകൾ വന്നപ്പോൾ പതിവ് പോലെ എല്ലാവരും എന്റെ മകളെ മറന്നു. കോടതിയിൽ നിന്ന് ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് അവൻ ഇറങ്ങി വന്നത്. ലക്ഷ്മിയെ കൊന്നത് അവനാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കൊല്ലേണ്ടേ സാറേ, അവനെ കൊന്നു. ഞാനവനെ കൊന്നു. എന്റെ മോൾ അനുഭവിച്ചതുപോലെ അവൻ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചാണ് ചത്തത്. ഇവരെയൊക്കെ ഇങ്ങനെ തന്നെയല്ലേ സാറേ കൊല്ലേണ്ടത്? അല്ലാതെ കോടതിയുടെ കനിവും കാത്ത് കിടക്കണോ? ഇപ്പോഴുണ്ടല്ലോ ജയിലിൽ കൈയില്ലാത്തവനും ബംഗാളിയുമെല്ലാം.
ഇത്രയൊക്കെ ചെയ്തിട്ടും അവന്മാർക്ക് കിട്ടിയത് എന്താണ്? വെറുമൊരു ജീവപര്യന്തം. ജയിലിൽ 3 തരവും ഉണ്ടുറങ്ങി. പിന്നീട് നല്ല നടപ്പെന്ന പേരിൽ അവരെല്ലാം പുറത്തിറങ്ങും. കൊന്നുകളഞ്ഞു അവനെ ഞാൻ. അവനെ മാത്രമല്ല, അതിനുവേണ്ടി കൂട്ടുനിന്നവരെയും വെറുതെ വിടില്ല. ശരി, പക്ഷേ നിങ്ങൾ അവനെ മാത്രമല്ലല്ലോ കൊന്നത്. എന്തിനായിരുന്നു മറ്റു 2 പേരുടെ കൂടി കൊലപാതകങ്ങൾ? ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത 2 പേരെയാണ് നിങ്ങൾ കൊന്നത്. എന്തിനായിരുന്നു അത് ചെയ്തത്? അതിനുത്തരം പറയേണ്ടത് ഞാനാണ് സാറേ. ഇത് പറഞ്ഞത് ആ സ്ത്രീയുടെ കൂടെയുണ്ടായിരുന്ന ആളായിരുന്നു. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന അയാളെ അപ്പോഴാണ് കിഷോർ ശ്രദ്ധിച്ചത്. മധ്യവയസ്കനായ അയാളുടെ മുടി പകുതിയോളം നരച്ചിട്ടുണ്ട്. നരച്ച താടിയിൽ അങ്ങിങ്ങായി കറുത്ത മുടിയുണ്ട്. ഏകദേശം 50-നോടടുത്ത പ്രായം. കറുത്ത ഷർട്ടും മുണ്ടുമായിരുന്നു അയാളുടെ വേഷം. കഴുത്തിൽ ഒരു രുദ്രാക്ഷമാലയും ഉണ്ടായിരുന്നു. കിഷോർ അയാളെ അടിമുടിയൊന്ന് നോക്കി. പറ, എന്താണ് നിനക്ക് പറയാനുള്ളത്? ഞാനാണ് അവരെ കൊന്നത് സാറേ. ഒരു കൂസലുമില്ലാതെയാണ് അയാളത് പറഞ്ഞത്. ഞെട്ടലോടെയാണ് കിഷോർ അത് കേട്ടത്. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. എനിക്കറിയാം സാർ എന്താണ് ചിന്തിക്കുന്നതെന്ന്. ഞാൻ പറയാം എന്താണ് നടന്നതെന്ന്. ഞാൻ അറുമുഖൻ. തമിഴ്നാടാണ് എൻ്റെ നാട്. വർഷങ്ങളായി ഞാൻ ഇവിടെയാണ് ജോലിയെടുക്കുന്നത്. ഇവിടെ ചെറിയ ജോലിയൊക്കെ എടുത്താണ് ഞാനും ഭാര്യയും ജീവിക്കുന്നത്. ഒരു ദിവസം പണി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കാണുന്നത് വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. എൻ്റെ ഭാര്യ, അവൾ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ സാരിയൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നീ ചോദിച്ചില്ലേ? അവളാകെ ഭയപ്പെട്ടിരുന്നു സാറേ. എന്നെ കണ്ടതും അവൾ നിലവിളിച്ചു കരഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആരോ ബലാത്കാരമായി അവളെ നശിപ്പിച്ചുവെന്ന്. പിന്നെ ഒന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. പിന്നെ നീ അന്വേഷിച്ചില്ലേ ആരാണത് ചെയ്തതെന്ന്? അന്വേഷിച്ചു. ആ സംഭവത്തോടെ അവളുടെ മനോനില തെറ്റി. പിന്നെ അവൾ ആരോടും സംസാരിച്ചിട്ടില്ല. കരച്ചിൽ മാത്രം. ചില രാത്രികളിൽ അവൾ ഞെട്ടലോടെ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കും. നടന്ന കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. ജോലിക്ക് പോലും പോകാതെ ഞാൻ അവൾക്ക് കൂട്ടിരുന്നു. അടുത്ത ദിവസം അത്യാവശ്യമായി പുറത്തു പോകണമായിരുന്നു. ഞാൻ വീടും പൂട്ടിപ്പോയി. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവളെ കാണാനില്ല. പുറകുവശത്തുകൂടി അവൾ പുറത്തിറങ്ങിയിരിക്കുന്നു. റോഡ് മുഴുവൻ അവളെ ഞാൻ തിരഞ്ഞു. അവസാനം തൊട്ടടുത്ത സ്ട്രീറ്റിൽ അവളെ കണ്ടു. അവളുടെ കയ്യിൽ ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. ഞാൻ വേഗം ചെന്ന് കത്തിയെടുത്ത് ദൂരേക്കെറിഞ്ഞു. അവൾ ആരെയോ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ ഒരാൾ ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നുണ്ട്. അവൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനോനില തെറ്റിയതുപോലെയായിരുന്നു. എനിക്ക് ആകെ അസ്വസ്ഥതയായി. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാർ അവരിൽ ആരോ ആണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ അവളുടെ അടുത്ത് ചെന്നു. നീ എന്തിനാണ് പുറത്തിറങ്ങിയത്? ആരായിരുന്നു അവർ? നീ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഭാവമാറ്റങ്ങൾ കാണാമായിരുന്നു. ഞാൻ ചോദിച്ചു, അവിടെ കണ്ട ആരെങ്കിലുമാണോ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ? ആണെങ്കിൽ നീ അതെന്നോട് പറയണം. അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ തലയാട്ടി അതേന്ന് പറഞ്ഞു. എന്റെ നിയന്ത്രണം നശിച്ചു. അതിലാരാണ്? അവൾ കൈ ചൂണ്ടിക്കാണിച്ചു. അവിടെയിരിക്കുന്ന ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും നേരെയാണ് അവൾ കൈ ചൂണ്ടിയത്. പിന്നെ നിങ്ങൾ അവരെ എന്തു ചെയ്തു? ആ സ്ത്രീയുടെ ബോഡി നിങ്ങൾ എവിടെയാണ് മറവ് ചെയ്തത്? അങ്ങനെ മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റുമോ സാറേ? അയാൾ ചെറു പുഞ്ചിരിയോടെ അവരെ നോക്കി. പറയാതെ നീ ഇവിടെ നിന്ന് പോകില്ല. സത്യം മുഴുവൻ നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. കമ്മീഷണർ ദേഷ്യത്തോടെ അവന് നേരെ നടന്നു വന്നു. വേണ്ട സാർ, എത്ര തല്ലിയാലും ഇവർ സത്യം പറയില്ല. സത്യം. ആ സ്ത്രീ ആട്ടിത്തുപ്പി. ഇവിടെ സത്യത്തിനും നീതിക്കും എന്ത് വിലയാണ് സാറേ? ഞങ്ങൾക്ക് കിട്ടാത്ത എന്ത് നീതിയാണ് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്? ഇവിടെ എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്? കുറച്ചുകാലം കഴിയുമ്പോൾ അവർ പുല്ലുപോലെ പുറത്തിറങ്ങും. ഇത് ഞങ്ങളുടെ നീതിയാണ്, ഞങ്ങളുടെ മാത്രം നീതി. അന്ന് അതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് ലഭിച്ചില്ല. റിമാൻഡ് ചെയ്ത് അവരെ സബ് ജയിലിലേക്ക് മാറ്റി. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ. ഗുഡ് മോർണിംഗ് സർ. സർ, അയാൾ പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഗുഡ്, പറയൂ. ആ സ്ത്രീയുടെ പേര് രാഗിണി എന്നാണ്. അവൾ തെരുവിലൊക്കെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവളാണ്. പക്ഷേ അവളുടെ മെയിൻ ബിസിനസ് മറ്റേതാണ്, കൂട്ടിക്കൊടുപ്പ്. ഭിക്ഷാടനം അതിനുള്ള മറ മാത്രമാണ്. രാവിലെ ഇതിന്റെ പേരിൽ ഇറങ്ങും. ഇതുവഴിയാണ് ആളെ പിടിക്കുന്നത്. മിക്കവാറും അവളുടെ മെയിൻ ഇരകൾ ചെറിയ കുട്ടികളും സ്കൂൾ പിള്ളേരുമാണ്. ആവശ്യക്കാർക്ക് അവരെ സപ്ലൈ ചെയ്തു കൊടുക്കും. ഷാജിയും ഇവളും ചേർന്നാണ് ബിസിനസ് നടത്തുന്നത്. ഈ 2 കേസിലും ഇവള് കണ്ണിയാണ്.
അവളിപ്പോ എവിടെയാ താമസിക്കുന്നത്? ബൈപ്പാസിനടുത്തുള്ള ഒരു ചേരിയിലാണ് താമസം. വീടൊന്നും പറയാൻ പറ്റില്ല, ഒരു ഷെഡ്. ശരി, കോൺസ്റ്റബിളിനോട് ഉടനെ ജീപ്പ് എടുക്കാൻ പറയൂ. നമുക്ക് അവരുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തേലും തുമ്പ് കിട്ടാതിരിക്കില്ല. ചേരിയിലെ ഒരു ഷെഡിലാണ് രാഗിണി താമസിക്കുന്നത്. വൃത്തിഹീനമായ ചുറ്റുപാടിൽ കുറെ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്നു. ഇങ്ങനെയും മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് കിഷോറിന് അത്ഭുതം തോന്നി. കുറെ മുഷിഞ്ഞ തുണികളും കടലാസുകളും മാത്രമേ അവിടെ നിന്ന് കണ്ടു കിട്ടിയുള്ളൂ. പെട്ടെന്നാണ് ഒരു മൂലയിൽ ഒരു പെട്ടിയിരിക്കുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടത്. അത് ലോക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. തുറന്നപ്പോൾ അതിൽ നിറയെ കടലാസുകളായിരുന്നു. അതിനിടയിൽ 500ന്റെ കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ കിട്ടാത്ത രീതിയിലാണ് പണം വെച്ചിരിക്കുന്നത്. അതിനിടയിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോകൾ കണ്ട് കിഷോർ ഒന്ന് ഞെട്ടി. ഒരു സംശയത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്ന കിഷോർ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ വേഗം അവിടെ നിന്നിറങ്ങി ജീപ്പിലേക്ക് കയറി. ഡ്രൈവറിനോട് വേഗം വീട്ടിലേക്ക് വണ്ടിയെടുക്കാൻ പറഞ്ഞു. വീട്ടിലെത്തി അയാൾ തന്റെ ഓഫീസ് റൂമിലെത്തി മേശവലിപ്പിൽ നിന്നും 2-3 ഫയലുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അത് തുറന്നു നോക്കി. എന്നിട്ട് അയാൾ തന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോകൾ അതിനു മുകളിൽ വെച്ചു. ഓ മൈ ഗോഡ്! കിഷോർ ആ ഫയലുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ സാർ, എന്തു പറ്റി? നോക്കൂ, ഈ കുട്ടികൾ തന്നെയല്ലേ ഈ ഫയലിൽ കാണുന്നത്? അതെ സാർ, അത് തന്നെ. അപ്പോൾ സാർ, ഈ കേസുകൾ തമ്മിൽ ബന്ധമുണ്ടോ? അതെ, ഈ 4 കേസുകളും ഇപ്പോൾ നാം അന്വേഷിക്കുന്ന കേസുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് രാഗിണി. ഈ കുട്ടികളുടെ മിസ്സിങ്ങിന് പിന്നിൽ ഈ 2 പേരാണ്. ഒരാഴ്ച കഴിഞ്ഞ് കമ്മീഷണർ ഓഫീസിൽ. നിങ്ങളുടെ അന്വേഷണം എവിടെ വരെയായി? സർ, കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന റിപ്പർ മോഡൽ കൊലപാതകങ്ങളുടെ യഥാർത്ഥ സത്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലപാതകങ്ങളെല്ലാം പ്ലാൻഡ് ആയിരുന്നു. കൊല ചെയ്യപ്പെട്ട ഷാജി, രാഗിണി ഇവരെല്ലാം സെക്സ് റാക്കറ്റിലെ കണ്ണികളാണ്. കഴിഞ്ഞ ദിവസം രാഗിണിയുടെ വീട് പരിശോധിച്ചപ്പോൾ കിട്ടിയ ഫോട്ടോകളാണിത്. കിഷോർ ഫോട്ടോകളെല്ലാം മേശപ്പുറത്ത് വെച്ചു. ഈ ഫോട്ടോകളിൽ കാണുന്ന പെൺകുട്ടികളെല്ലാം മുൻപ് പല സ്ഥലങ്ങളിൽ നിന്നും കാണാതായതാണ്. ഈ പെൺകുട്ടികളെ നല്ല വിലയ്ക്ക് രാഗിണി എന്ന സ്ത്രീ മറ്റൊരാൾക്ക് വിറ്റു. ഈ സ്ത്രീ ഒരു ഏജന്റ് മാത്രമാണ്. കയ്യിൽ കിട്ടിയ കുട്ടികളെ ഷാജിക്ക് കൈമാറും. ഇവർ 2 പേരും ചേർന്നാണ് ആവശ്യക്കാർക്ക് എത്തിക്കുന്നത്. ഈ 2 പേരെയും കൊന്നത് ഒരു സംഘമാണ്. ഈ സംഘത്തിലുള്ളവരാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചോദ്യം ചെയ്ത ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും. അവർ പറഞ്ഞ കാര്യങ്ങൾ സാറിനറിയാലോ. അയാളുടെ പേര് രവി എന്നാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അയാൾ ശ്രീലക്ഷ്മിയുടെ അച്ഛനൊന്നുമല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അവളുടെ കുട്ടിക്കാലത്ത് അവരെ ഉപേക്ഷിച്ചു പോയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞതൊക്കെ കള്ളായിരുന്നു? അല്ല സാർ, അയാൾ നമ്മളോട് പറഞ്ഞതൊക്കെ 100% സത്യമാണ്. പക്ഷേ അയാൾ ആ സ്ത്രീയുടെ ആരുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടേത് പ്ലാൻ ഓപ്പറേഷൻ ആയിരുന്നുവെന്ന്. ഒരാൾക്ക് നഷ്ടപ്പെട്ടത് ഭാര്യയാണെങ്കിൽ മറ്റേയാൾക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മകളെയാണ്. ഒരേ ലക്ഷ്യത്തിനായി ഒന്നു ചേർന്ന 2 പേർ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ആളുകൾ. ഈ സെക്സ് റാക്കറ്റിലെ കണ്ണികളെ ഇല്ലാതാക്കുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരുപാട് പെൺകുട്ടികൾ ഈ സെക്സ് റാക്കറ്റിന്റെ വലയിലായിട്ടുണ്ട്. രവിയും ആ സ്ത്രീയെയും അറസ്റ്റ് ചെയ്തില്ലേ? സർ, ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഷാജിയെയും രാഗിണിയെയും കൊന്നത് രവിയാണ്. ഈ ഷാജിയാണ് രവിയുടെ ഭാര്യയെ റേപ്പ് ചെയ്തത്. അതിലയാളെ സഹായിച്ചത് രാഗിണിയാണ്. ഭ്രാന്തനെ കൊന്നതും ഇവരാണ്. ഇവരുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമെന്നായപ്പോഴാണ് അയാളെയും കൊന്നത്. പിന്നെ ഇതുകൂടാതെ ശ്രീലക്ഷ്മിയെ കൊന്നയാൾ 2 മാസമായി മിസ്സിംഗ് ആണ്. അയാളിന്ന് ജീവനോടെയില്ല. അതിനു പിന്നിലും ഇവരാണ്. ശ്രീലക്ഷ്മിയെ കൊന്നയാളുടെയും രാഗിണിയുടെയും ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മരിച്ചവരുടെ പേരിൽ മിസ്സിംഗ് കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബോഡി കിട്ടാതെ ഈ 2 കേസിലും ഇവരെ ഉൾപ്പെടുത്താൻ കഴിയില്ല സർ. മറ്റ് 2 കേസുകളിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രവിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുപ്രതി എന്ന പേരിലാണ് ശ്രീലക്ഷ്മിയുടെ അമ്മയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാണാതായ പെൺകുട്ടികളെ കണ്ടുകിട്ടിയോ? സർ, അവരെല്ലാം സുരക്ഷിതരായി അവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം രക്ഷിച്ച് വീടുകളിൽ എത്തിച്ചത് രവിയും ശ്രീലക്ഷ്മിയുടെ അമ്മയും ചേർന്നാണ്. ഓക്കെ, ഇനി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കണം. മീഡിയയുടെ മുമ്പിൽ ധൈര്യമായി പറയാലോ, റിപ്പർ കൊലപാതകങ്ങളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്ന്. വെൽഡൻ കിഷോർ. കമ്മീഷണർ ഓഫീസിൽ നിന്നിറങ്ങി. നീണ്ട കാലത്തിന് ശേഷമുള്ള വാദത്തിന് ശേഷം ജില്ലാ അതിവേഗ കോടതി രവിയെയും ശ്രീലക്ഷ്മിയുടെ അമ്മയെയും ജീവപര്യന്തം തടവിന് വിധിച്ചു. അടുത്ത ദിവസം രാവിലെ കിഷോർ എഴുന്നേറ്റത് മൊബൈലിൽ നിന്നുള്ള കോൾ കേട്ടാണ്. സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നത്. അയാൾ എഴുന്നേറ്റ് ഫോൺ എടുത്തു. സർ, കോൺസ്റ്റബിൾ രാമചന്ദ്രനാണ്. ഒരു പ്രധാന കാര്യം പറയാനാണ് വിളിച്ചത്.
ക്രിമിനൽ വക്കീൽ ശങ്കരനാരായണൻ മിസ്സിംഗ് ആണെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. സർ, വേഗം ഒന്ന് ഇവിടെ വരെ വരണം. ഇത് കേട്ടതോടെ കിഷോറിന്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് ശ്രീലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് കിഷോറിന്റെ മനസ്സിൽ വന്നത്. കൊന്നുകളഞ്ഞു അവനെ ഞാൻ. അവനെ മാത്രമല്ല, അതിനുവേണ്ടി കൂട്ടുനിന്നവരെയും ഞാൻ വെറുതെ വിടില്ല. ഇത് ചെയ്തിരിക്കുന്നത് അവരായിരിക്കുമോ? അവർ രണ്ടുപേരും ജയിലിലല്ലേ? പിന്നെ ആരായിരിക്കും ഇത് ചെയ്തിരിക്കുക? മറ്റാരുടെയോ സഹായം അവർക്കുണ്ടെങ്കിലോ? കിഷോർ നേരെ പോയത് ജയിലിലേക്കാണ്. പോലീസ് സൂപ്രണ്ടിന് പ്രത്യേക അനുവാദം വാങ്ങി. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ വന്നു. പ്രതീക്ഷിക്കാത്ത അതിഥിയെ കണ്ട ഞെട്ടലൊന്നും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. എന്താ സാറേ, പതിവില്ലാതെ ഞങ്ങളെ കാണാൻ വരാൻ? ഒരാവശ്യത്തിനായി വന്നപ്പോൾ നിങ്ങളെ കാണുമെന്ന് തോന്നി. പിന്നെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ക്രിമിനൽ ലോയർ ശങ്കരനാരായണൻ ഹൈക്കോടതിയിൽ നിങ്ങൾക്കെതിരെ വാദിച്ചില്ലേ, ആ വക്കീൽ ഇന്നലെ മുതൽ മിസ്സിംഗ് ആണെന്ന്. അവരുടെ മുഖത്ത് ഭാവങ്ങൾ മാറുന്നത് കിഷോർ ശ്രദ്ധിച്ചു. ഈ ദൗത്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താ സാറേ, ഇതിന് പിന്നിൽ ഞങ്ങളാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങേർക്ക് ഒരുപാട് ശത്രുക്കളില്ലേ? പിന്നെ ഇവനെ പോലെയുള്ളവർ ചാവേണ്ടതാണ്. അയാൾക്ക് ഒരുപാട് നിരപരാധികളായ കുടുംബങ്ങളുടെ ശാപമുണ്ട്. അയാളത് അനുഭവിക്കണം. ഇത് പറയുമ്പോൾ രവിയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞത് ശ്രീലക്ഷ്മിയുടെ അമ്മയായിരുന്നു. ഇത് ഞങ്ങളുടെ നീതിയാണ്. ഞങ്ങളുടെ ഈ ദൗത്യം ഒരിക്കലും അവസാനിക്കില്ല സാറേ. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേർ പുറത്തുണ്ട്. പിറന്നു വീഴുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനവും ജീവിതവും നഷ്ടപ്പെട്ട പെൺകുട്ടിക്കും സ്ത്രീക്കും വേണ്ടി നീതിക്കായുള്ള ഞങ്ങളുടെ ഈ പോരാട്ടം ഇനിയും തുടരും. ശരി സർ, ഇനി ഞങ്ങൾ പോകട്ടെ. ഇനി എന്തെങ്കിലും കാണാം. അത് പറഞ്ഞവർ ജയിലിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ശരിയാണ് അവർ പറഞ്ഞത്. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർ ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ എന്നും അവർ വിജയിച്ചവരാണ്. പെട്ടെന്ന് കിഷോറിന്റെ മൊബൈൽ ശബ്ദിച്ചു. വീട്ടിൽ നിന്ന് ഭാര്യയാണ്. അയാൾ വേഗം ഫോൺ എടുത്തു. അങ്ങേ തലയ്ക്കൽ. കിഷോർ, അനുമോളെ കാണുന്നില്ല. കുറച്ചു മുമ്പ് ഇവിടെ സൈക്കിൾ ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ സൈക്കിൾ ഇവിടെ തറയിൽ വീണ് കിടക്കുന്നു. മോളെ ഇവിടെയൊന്നും കാണുന്നില്ല. നീ ടെൻഷൻ അടിക്കാതെ, നീ ശരിക്കും നോക്കൂ. ഇതാ ഞാൻ വരുന്നു. അടുത്ത ദിവസം രാവിലെ ന്യൂസ് പേപ്പറിൽ കൊച്ചി ഡിവൈഎസ്പി കിഷോറിന്റെ 6 വയസ്സുകാരിയായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. നിയമങ്ങളും നീതിപീഠവും കണ്ണുകളടയ്ക്കുമ്പോൾ പുതിയ നിയമങ്ങളുമായി നീതിക്കായുള്ള പോരാട്ടത്തിനായൊരു പുതിയൊരു ദൗത്യവുമായി ഇനിയും ഇതുപോലുള്ള പുതിയ സംഘങ്ങൾ സമൂഹത്തിൽ ഉയർന്നുവരും. അവരുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.